Good morning. Welcome to today's English class. So in the last class, we have started our new unit, unit number 6, Moments of Humor. Isn't it? And we also discussed about the first lesson of our unit, My Financial Career. Hope you enjoyed the video also. നിങ്ങൾ ഫിനാൻഷ്യൽ കരിയർ എന്ന യൂണിറ്റ് നിങ്ങൾ ആ ചാപ്റ്റർ നിങ്ങൾ വായിച്ചില്ലേ, ആ വീഡിയോയും കണ്ടില്ലേ? യെസ്. സോ now in today's class we can move to the activities of My Financial Career. നമുക്ക് ഫിനാൻഷ്യൽ കരിയർ എന്ന ഈ പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാം. സോ ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക്. അതിൽ ഫസ്റ്റത്തെ ആക്ടിവിറ്റി നിങ്ങളോട് ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോപ്പ് യു ഓൾ completed the activity. Now we can move to activity number 2. It's a dictionary work and also again another homework for you. So there are some words already written just under to it. Can you see a blue box there? So many words are there. It's not a dictionary work. If you like, you have to check the meaning of these words listed below. നിങ്ങൾക്ക് ടീച്ചർ കമ്പലായിട്ട് ഇതിൽ പറയില്ല, ഇതിൽ പറയുന്നുണ്ട് ആക്ച്വലി ഈ ബോക്സിലുള്ള എല്ലാ വാക്കുകളുടെയും മീനിങ് ഡിക്ഷണറി നോക്കി നോട്ട് ബുക്കിലേക്ക് എഴുതാനായിട്ട് പറയുന്നു. നമ്മൾ സാധാരണ നമ്മൾ ക്ലാസ് റൂമിലാണെങ്കിൽ നമ്മളത് ഞാൻ ചെയ്യിപ്പിച്ചേനെ. ഇപ്പോൾ ടീച്ചർ കമ്പലായിട്ട് പറയില്ല, താല്പര്യമുള്ളവർക്ക് ഇത് എഴുതി അതിൻ്റെ മീനിങ് ഡിക്ഷണറിയിൽ നോക്കിയിട്ട് എഴുതാം. ഇതിൽ ചെയ്യാനുള്ളൊരു സിമ്പിൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഡിക്ഷണറിയിൽ എങ്ങനെയാണ് വാക്കുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം. യെസ്, ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ അല്ലേ. ABCD എന്നുള്ള ക്രമത്തിലാണ് ഒരു ഡിക്ഷണറിയിലെ വാക്കുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള വാക്കുകളിൽ ഏത് വാക്ക് ഡിക്ഷണറിയിൽ ഒന്നാമത് വരും? ഈ വാക്കുകൾ ഡിക്ഷണറിയിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ വാക്ക് ഏത്, രണ്ടാമത്തെ വാക്ക് ഏതെന്ന് നിങ്ങൾ അതിൻ്റെ നേരെ നമ്പർ ഇടാണ് വേണ്ടത്. ഒന്ന് നോക്കൂ, ഇതിൽ ഏത് വാക്കാണ്? എ വെച്ചിട്ടുള്ള വാക്കുകളിൽ എത്ര വാക്കുകളുണ്ട്? എ വെച്ചിട്ട് എ വെച്ചിട്ട് ഒരു വാക്കേ ഉള്ളൂ, അക്കൗണ്ടന്റ്. അപ്പോൾ അത് തന്നെയാണ് ഡിക്ഷണറിയിൽ ആദ്യം വരിക അല്ലേ. ഇനി രണ്ടാമത്തത് എ വെച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇനി അടുത്ത വാക്ക് ബി വെച്ചിട്ടായിരിക്കാം. ബി വെച്ച് എത്ര വാക്കുകളുണ്ട്? ബി വെച്ചിട്ട് ഒരു വാക്ക് തന്നെയുള്ളൂ, ബാങ്ക്. അതാണ് അപ്പോൾ രണ്ടാമത് വരും. മൂന്നാമത് ഏത് വാക്കായിരിക്കും? സി വെച്ചിട്ടായിരിക്കും. അവിടെ ക്യാഷ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ചെക്ക് എന്ന് പറഞ്ഞൊരു വാക്കും കൂടി ഉണ്ട്. അപ്പൊ ആദ്യം ക്യാഷ് ആണ് വരിക, CA. അത് കഴിഞ്ഞിട്ട് CH വരുള്ളൂ. എ കഴിഞ്ഞിട്ടല്ലേ എച്ച് വരിക. ആദ്യത്തെ ലെറ്റർ കഴിഞ്ഞ് പിന്നെ നമ്മൾ രണ്ടാമത്തെ ലെറ്ററിലെ നോക്കുക. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഡിക്ഷണറി എങ്ങനെയാണ് നോക്കുക. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ ആക്ടിവിറ്റി നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. അത്ര ബുദ്ധിമുട്ടുള്ള വർക്ക് അല്ലാത്തത് കൊണ്ട് നിങ്ങളൊന്ന് നമ്പർ ഇട്ട് വയ്ക്കുക. ചെയ്യില്ലേ? അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഇതും നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. ഇത് നമുക്ക് ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫോമുകൾ, നിങ്ങൾ പാരൻസിൻ്റെ കൂടെയൊക്കെ ബാങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരുപാട് ഫോമുകൾ ഫില്ല് ചെയ്യാനായിട്ട് തരും. ഇപ്പോൾ നമുക്കൊരു അക്കൗണ്ട് പുതുതായിട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിന് നമ്മളൊരു ഫോം, നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ നമ്മുടെ ഡീറ്റെയിൽസും ഒക്കെ എഴുതിക്കൊണ്ട് ഒരു ഫോം നമ്മളിവിടെ കൊടുക്കാറുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു ഫോമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ പേര് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഫോം കംപ്ലീറ്റ് ചെയ്യാം. യുവർ ഫസ്റ്റ് നെയിം, നിങ്ങളുടെ ഫസ്റ്റ് നെയിം എന്താണോ അത് നിങ്ങൾക്ക് അവിടെ എഴുതാം. ഇപ്പം എൻ്റെ ഫസ്റ്റ് നെയിം രശ്മിയാണ്. അപ്പോൾ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് മാത്രം. നമുക്ക് അതിന് ശേഷം ഇനീഷ്യൽ ഉണ്ടാവാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ വേറെ എന്തെങ്കിലും അച്ഛൻ്റെ പേരുണ്ടാവാം. അപ്പോൾ അത് ആണ് അവിടെ ഫസ്റ്റ് നെയിം എന്ന് പറയുമ്പോൾ നമ്മുടെ പേര് മാത്രം. ഇനി മിഡിൽ നെയിം, മിഡിൽ നെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ ആവാം. ഇപ്പം നിങ്ങൾക്ക് രണ്ട് ഇനീഷ്യൽ എന്ന് നോക്കിയാൽ ഇപ്പോൾ PM എന്നുണ്ടെന്ന് വിചാരിക്കാം. P ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ പേരായിരിക്കാം, M എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടുപേരായിരിക്കാം. അപ്പം നിങ്ങളുടെ സെക്കൻഡ് നെയിം ഈ P ആയിരിക്കും. തേർഡ് നെയിം എന്ന് പറയുന്നത് എന്താ പറയുക, അച്ഛൻ്റെ പേരായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയാണ് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എന്ന് എഴുതുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി പാരന്റിന്റെ പേര് എഴുതണം, അതും ക്യാപിറ്റൽ ലെറ്ററിൽ അവിടെ എഴുതാം. നിങ്ങൾ മൈനർ ആണെങ്കിൽ, മൈനർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 18 വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നോമിനി, നിങ്ങൾക്ക് നിങ്ങളുടെ പൈസയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളുടെ പേര്, നിങ്ങളുടെ അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോ തന്നെ നിങ്ങൾക്ക് അവിടെ എഴുതാം. പിന്നെ നിങ്ങളുടെ അഡ്രസ്സ്, ടെലിഫോൺ നമ്പർ, പിന്നെ നിങ്ങളുടെ സെക്സ്, അതായത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം. നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, സിംഗിൾ ആണോ, അതായത് കല്യാണം കഴിച്ചതാണോ സിംഗിൾ ആണോ നിങ്ങൾക്ക് നിങ്ങൾ സിംഗിളിനെ അവിടെ ടിക്ക് ചെയ്യാം. ദെൻ അറ്റ് ലാസ്റ്റ് സിഗ്നേച്ചർ നിങ്ങൾക്ക് ഫിൽ ചെയ്തൂടെ. ഓക്കെ. ഇനി തൊട്ട് താഴെ കുറച്ച് വാക്കുകൾ തന്നിരിക്കുന്നു. നമ്മുടെ അക്കൗണ്ടന്റ്, ക്ലർക്ക്, മാനേജർ, അവിടെ കുറച്ച് മുമ്പ് ചില വാക്കുകൾ നമുക്ക് തന്നിരുന്നു. അതിൽ ചില വാക്കുകൾ, ആരാണ് അക്കൗണ്ടന്റ്, ആരാണ് ക്ലർക്ക്, ആരാണ് മാനേജർ എന്നൊക്കെ നമുക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ഈ പദവിയിലുള്ള ആൾക്കാരുടെ പേരുകളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഇനി തൊട്ടപ്പുറത്ത് ചില വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നു, അതാരാണെന്ന് നമ്മൾ എഴുതണം. നമുക്ക് നോക്കാം. റൈറ്റ്സ് ബുക്ക്, ബുക്കിൽ എഴുതുന്ന ആളെ നമ്മൾ എന്തെന്ന് പറയും? റൈറ്റർ എന്ന് പറയും. അതല്ലാതെ മറ്റൊരു പേരും കൂടി പറയും, ഓതർ. AUT
THOR, ഓതർ. അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. ശരി, ഇനി ബി. ഡസ് ക്ലെവർ ട്രിക്സ് വിത്ത് അപ്പിയർ മാജിക്കൽ. അങ്ങനെ ഒരു വാക്ക് നമ്മൾ പഠിച്ചു. കോൺജറിങ് വർക്ക്. കോൺജറിങ് ഒരു സിനിമകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇവിടെ കോൺജുറർ. ഇങ്ങനെയുള്ള മാജിക്കൽ വർക്കുകളൊക്കെ ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് കോൺജുറർ എന്നാണ് പറയുന്നത്. ഇനി സി. ഈസ് ഇൻ ചാർജ് ഓഫ് എ മ്യൂസിയം ഓർ എൻ ആർട്ട് ഗാലറി. ഒരു ആർട്ട് ഗാലറി അല്ലെങ്കിൽ മ്യൂസിയത്തിന്റെ കാവൽക്കാരനെ വിളിക്കുന്ന പേരാണ് ക്യൂറേറ്റർ. CURATOR, ക്യൂറേറ്റർ എന്നാണ് പറയുന്നത്. K അല്ല, C ആണ്. സ്പെല്ലിംഗ് ശ്രദ്ധിച്ച് എഴുതണം കേട്ടോ. CURATOR. കളക്ട്സ് ഫെയർസ് ഓൺ എ ബസ്. ബസ്സിലെ പൈസ പിരിക്കുന്ന ആളുടെ പേര് കണ്ടക്ടർ. ബ്രേക്സ് ഇൻ ടു എ ഹൗസ് ഇൻ ഓർഡർ ടു സ്റ്റീൽ. മോഷ്ടിക്കാൻ വേണ്ടി വീടിനകത്തേക്ക് കയറുന്ന ആളുടെ പേര് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. തീഫ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും. ഒരു പുതിയ വാക്കും കൂടി എഴുതിക്കോളൂ. ബർഗ്ലർ. ബർഗർ അല്ല കേട്ടോ, ബർഗ്ലർ. BURGLAR, ബർഗ്ലർ. ഇനി ഇൻവെസ്റ്റിഗേറ്റ്സ് ക്രൈംസ് ആൻഡ് ഒബ്റ്റെയിൻ എവിഡൻസസ് ഓൺ ഓർ ഇൻഫർമേഷൻ. ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തുന്ന, തെളിവ് ശേഖരിക്കുന്ന ആളുടെ പേര് ഡിറ്റക്റ്റീവ് അല്ലേ? ശരി, ആ ആക്ടിവിറ്റി അത്രയേ ഉള്ളൂ. അഞ്ചാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫോമിംഗ് റിക്വസ്റ്റ്. റിക്വസ്റ്റുകൾ ഉണ്ടാക്കുക. നമ്മൾ 5ാം ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. 6ാം ക്ലാസ്സിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ പറയേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. റിക്വസ്റ്റുകൾ ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ നമുക്ക് സെന്റൻസുകളിൽ 4 ടൈപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഇൻട്രോഗേറ്റീവ് ഉണ്ട്, ഇമ്പരറ്റീവ് ഉണ്ട്, അസർട്ടീവ് ഉണ്ട്, എക്സ്ക്ലമേറ്ററി ഉണ്ട്. 4 ടൈപ്പ് സെന്റൻസുകൾ ഉണ്ട്. ഇതൊക്കെ നമ്മൾ മുന്നേ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അതിലെ ഒരു വിഭാഗമാണ് എന്ത്? നമ്മുടെ ഈ ഫോമിംഗ് റിക്വസ്റ്റ് അല്ലെങ്കിൽ പൊളൈറ്റ് സെന്റൻസസ് എന്ന് പറയുന്നത്. ഇമ്പരറ്റീവ് സെന്റൻസസിന്റെ കാറ്റഗറിയിലാണ്. കമാൻഡും റിക്വസ്റ്റും ഇമ്പരറ്റീവ് സെന്റൻസസിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. നമുക്കിവിടെ റിക്വസ്റ്റുകൾ എങ്ങനെ ഉണ്ടാക്കാം, പൊളൈറ്റ് സെന്റൻസസ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. ആക്ടിവിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് ടീച്ചർ ചെറിയൊരു കോൺവെർസേഷൻ കുഞ്ഞ് നോക്കൂ. ജോൺ, ഈസ് ഇറ്റ് ഓൾ റൈറ്റ് ഇഫ് ഐ ബ്രിങ് എ ഫ്രണ്ട് ടു യുവർ പാർട്ടി? ഞാനൊരു ഫ്രണ്ടിനെ കൊണ്ടുവന്നോട്ടെ. ക്യാൻ ഐ ബ്രിങ് എ ഫ്രണ്ട് എന്നല്ല ചോദിച്ചിരിക്കുന്നത്. ഈസ് ഇറ്റ് ഓക്കെ, ഈസ് ഇറ്റ് ഓൾ റൈറ്റ് ഇഫ് ഐ, ഞാനൊരു ഫ്രണ്ടിനെ കൊണ്ടുവരുന്നതിൽ നിങ്ങൾക്ക് വിരോധമില്ലല്ലോ എന്ന് വളരെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കാൻ നമ്മളെ സഹായിച്ച ഒരു എക്സ്പ്രഷനാണ് ഈസ് ഇറ്റ് ഓൾ റൈറ്റ് ഇഫ്. അപ്പൊ അതുകൊണ്ടാണ് ടീച്ചർ അതിന്റെ അടിയിൽ വരച്ചിട്ടുള്ളത്. ഒരു പൊളൈറ്റ് സെന്റൻസ് നമ്മളെ ഉണ്ടാക്കാൻ സഹായിച്ച ഒരു എക്സ്പ്രഷനാണ് ഈസ് ഇറ്റ് ഓക്കെ ഇഫ് എന്നുള്ളത്. അതുപോലെ അടുത്തത് നോക്കൂ. സ്റ്റുഡന്റ്, മേ ഐ എൻ്റർ ദ ക്ലാസ്? നിങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ? മേ ഐ ഗെറ്റ് ഇൻ ടു ദ ക്ലാസ് അല്ലേ? അപ്പൊ മേ ഐ എന്നുള്ളതും ഒരു പൊളൈറ്റ് സെന്റൻസ് ഉണ്ടാക്കാൻ നമ്മളെ സഹായിച്ച ഒരു എക്സ്പ്രഷനാണ്. ഇത്തരത്തിൽ നമ്മളെ പൊളൈറ്റ് സെന്റൻസസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ട്. അതിൽ കുറച്ച് എക്സ്പ്രഷൻസ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നോക്കിയാലോ. അപ്പൊ താഴെ ഒരു കോൺവെർസേഷൻ തന്നിരിക്കുന്നു. 5th ആക്ടിവിറ്റി ആണ് ടീച്ചർ പറയുന്നത്. ഓതർ, ആർ യു ദ ബാങ്ക് മാനേജർ? മാനേജർ, യെസ്. വാട്ട് കാൻ ഐ ഡു ഫോർ യു? ഓതർ, can you see you alone? Manager, of course, come in here. Author, I would like to open an account. Could you please mention the formalities? Manager, sure sir. നമ്മുടെ കഥയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ സംഭാഷണമാണ് തന്നിട്ടുള്ളത്. നിങ്ങളുടെ ആദ്യത്തെ ആക്ടിവിറ്റി പറയുന്നു, ഇതിൽ ചോദ്യ രൂപത്തിലുള്ള സെന്റൻസുകളെ പിക്ക് ഔട്ട് ചെയ്ത് താഴെ എഴുതാൻ പറഞ്ഞിരിക്കുന്നു. ചോദ്യ രൂപത്തിലുള്ളത് കണ്ടറിയാൻ നമുക്ക് പെട്ടെന്ന് അറിയാം അല്ലേ? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. അതാണ് ചോദ്യങ്ങൾ അല്ലേ? അത് പിക്ക് ഔട്ട് ചെയ്ത് എഴുതാൻ പറഞ്ഞിരിക്കുന്നു. എഴുതിക്കൂടെ? ഏതൊക്കെയാണ്? ആർ യു ദ ബാങ്ക് മാനേജർ ചോദ്യമാണ്. വാട്ട് കാൻ ഐ ഡു ഫോർ യു ചോദ്യമാണ്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് തന്നെ എഴുതിക്കൂടെ? ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ വേർഡ്സ്. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് ആയിട്ട് നമ്മൾ ഒരുപാട് വാക്കുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വാട്ട്, വേർ, വെൻ, വിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡ്സ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ വാട്ട് വെച്ചിട്ടൊരു വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്നുള്ള ചോദ്യത്തിൽ വാട്ട് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ അതല്ലാതെയും ചോദ്യങ്ങളില്ലേ? ആർ യു ദ ബാങ്ക് മാനേജർ, അതൊരു ചോദ്യമാണ്. പക്ഷെ ഏത് ക്വസ്റ്റ്യൻ വേർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ആർ യു ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഇനി അതേപോലെ തന്നെ നോക്കൂ. കുഡ് യു പ്ലീസ് മെൻഷൻ ദ ഫോർമാലിറ്റീസ്? അവിടെ കുഡ് യു ഉപയോഗിച്ചിരിക്കുന്നു. അത് ക്വസ്റ്റ്യൻ പോലെയുള്ള പൊളൈറ്റ് സെന്റൻസസ് ആണ്. അപ്പൊ അതൊക്കെ പിക്ക് ഔട്ട് ചെയ്തിട്ട് ഏതൊക്കെ എഴുതണം? വാട്ട് എഴുതാം, ആർ യു, കുഡ് യു എന്ന് മാത്രം പിക്ക് ഔട്ട് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. ബി ക്വസ്റ്റ്യനിൽ. ഇനി സി ക്വസ്റ്റ്യനിൽ ഇത് നോക്കിയിട്ട് ഇതല്ലാതെ വേറെ രീതിയിൽ നമുക്ക് ഈ സെന്റൻസുകളെ മാറ്റി എഴുതാൻ പറ്റുമോ? അതായത് ആർ യു ദ ബാങ്ക് മാനേജർ അതിന് പകരം മറ്റെന്തെങ്കിലും എഴുതാൻ പറ്റുമോ എന്നാണ് ചോദ്യം. വേറെ എങ്ങനെയൊക്കെ എഴുതാം? ക്യാൻ ഐ സീ ദ ബാങ്ക് മാനേജർ അല്ലേ? അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ക്യാൻ ഐ മീറ്റ് ദ മാനേജർ, ക്യാൻ ഐ സീ ദ മാനേജർ, അങ്ങനെ നമുക്ക് ചോദിക്കാം. ഉത്തരമായിട്ട് എന്താ പറയാം? യെസ്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? അല്ലെങ്കിൽ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? എനിക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും?
അങ്ങനെയും ചോദിക്കാം. പല രീതിയിൽ നമുക്ക് എഴുതാം അല്ലെ, അതാണ് ഓൾട്ടർനേറ്റീവ്സ്. ഇതല്ലാതെ മറ്റൊരു രീതിയിൽ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം എന്നാണ് ചോദ്യം. അപ്പൊ ഈ തരത്തിൽ നമുക്ക് അതിനെ മാറ്റാം. ഇനിയും എഴുതാം, ക്യാൻ ഐ സീ യു അലോൺ, എനിക്ക് നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് കാണാൻ പറ്റൂ. അതിന് പകരം നമുക്ക് എന്ത് ചോദിക്കാം, ക്യാൻ ഐ ഗെറ്റ് യുവർ അപ്പോയിന്റ്മെന്റ് പ്ലീസ്, നിങ്ങളൊരു അപ്പോയിന്റ്മെന്റ് എനിക്ക് കിട്ടൂ എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം അല്ലെ. അപ്പൊ അത്തരത്തില് കുറച്ച് ഓൾട്ടർനേറ്റീവ്സ്, ഇപ്പൊ ടീച്ചർ 2 എഴുതി, ടീച്ചർ 3 പറഞ്ഞു, അതിലേതെങ്കിലും 2 നിങ്ങൾ നോട്ട് ബുക്കിൽ 2 ടീച്ചറോട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിലേതെങ്കിലും 2 ആ ഭാഗത്ത് എഴുതാം. ഈ ആക്ടിവിറ്റിയെ കൊണ്ട് വേറെ ഒന്നുമില്ല ഉദ്ദേശിക്കുന്നത്, പൊളൈറ്റ് സെന്റൻസസ് ഉണ്ടാക്കാൻ നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രം. പൊളൈറ്റ് സെന്റൻസിനെ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയണം, അത് പൊളൈറ്റ് സെന്റൻസസ് ആണെന്ന് നിങ്ങൾ അറിയണം, ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അറിയണം. ഇത്രയും ഈ ആക്ടിവിറ്റികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഇനി 6ാമത്തെ ആക്ടിവിറ്റിയും അതേപോലെ തന്നെ ഒരു ആക്ടിവിറ്റിയാണ്. അതായത് താഴെ നമ്മളോട് അദ്ദേഹം ചോദിച്ചിരുന്നു, ക്യാൻ ഐ സീ ദ മാനേജർ എന്ന് നമ്മുടെ സ്റ്റീഫൻ ലീകോക്ക് ബാങ്കിൽ ചോദിച്ചു. അപ്പൊ അതിന് പകരം എന്താ പറയാ, ഒരു പെർമിഷൻ ചോദിക്കാൻ വേറെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ചോദിക്കാം. ക്യാൻ ഐ സീ ദ മാനേജറിന് പകരം വേറെ ഏതൊക്കെ രീതിയിൽ ചോദിക്കാം. ഇപ്പൊ ടീച്ചർ ഇവിടെ ഈസ് ഇറ്റ് ഓക്കെ, മേ ഐ, ഇവിടെ നോക്കൂ, ക്യാൻ ഐ ഗെറ്റ് ഇൻ, കുഡ് ഐ സിറ്റ് ഹിയർ. ഇപ്പൊ കുഡ് ഐ സിറ്റ് ഹിയർ, കുഡ് ഐ നമുക്ക് ഒരു എക്സ്പ്രഷൻ ആണ്, ക്യാൻ ഐ ഒരു എക്സ്പ്രഷൻ ആണ്, മേ ഐ ഒരു എക്സ്പ്രഷൻ ആണ്. ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് പൊളൈറ്റ് സെന്റൻസസ് ഉണ്ടാക്കാം. അപ്പൊ ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം, മേ ഐ സീ ദ മാനേജർ അങ്ങനെ എഴുതാം അല്ലെ. അതുപോലെ കുഡ് ഐ സീ ദ മാനേജർ. അപ്പോ ആ തരത്തില് ക്യാൻ ഐ സീ ദ മാനേജർ, കുഡ് ഐ സീ ദ മാനേജർ, അല്ലെങ്കിൽ വേറെ എന്ത് എഴുതാം, ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ മീറ്റ് ദ മാനേജർ. ഈ തരത്തിലൊക്കെ ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പൊളൈറ്റ് സെന്റൻസസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എളുപ്പമല്ലേ, ഇതിന്റെ മുന്നിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പൊ അത് എഴുതിക്കോളില്ലേ. ക്യാനിന് പകരം നിങ്ങൾക്ക് കുഡും മെയ്യും ഉപയോഗിച്ച് സെന്റൻസുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ എഴുതാം കേട്ടോ. ഇനി താഴെ വീണ്ടും ഒരു കോൺവെർസേഷൻ തന്നിരിക്കുന്നു. ബോയ്, may I go out to play? No dear, it's very hot outside. Would you mind if I watch TV? You have a lot to study. I have already finished my homework. Is it okay if I draw some pictures? That's fine. അതിൽ ഒരുപാട് എക്സ്പ്രഷൻസ് നമ്മളിപ്പോൾ പഠിച്ചത് കണ്ടു അല്ലേ. അപ്പൊ താഴെ നമ്മളോട് ചോദിച്ചിരിക്കുന്നു, ഈ കോൺവെർസേഷനിൽ ഉപയോഗിച്ചിട്ടുള്ള പൊളൈറ്റ് സെന്റൻസുകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് പിക്ക് ഔട്ട് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. ഏതൊക്കെയാണ് ഇതിലെ പൊളൈറ്റ് സെന്റൻസസ് എന്ന് അടിയിൽ വരച്ചേ. മേ ഐ ഗോ ഔട്ട് ടു പ്ലേ, അതൊരു പൊളൈറ്റ് സെന്റൻസ് ആണ്. അതിൽ ഏത് എക്സ്പ്രഷൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, മേ ഐ. അപ്പൊ അത് താഴേക്ക് എഴുതാം, എ എന്നുള്ളിടത്ത് മേ ഐ എന്ന് എഴുതാം. ഇനി അടുത്തതോ, വുഡ് യു മൈൻഡ് ഇഫ് ഐ വാച്ച് ടി വി. അവിടെ ഏത് എക്സ്പ്രഷൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, വുഡ് യു മൈൻഡ് ഇഫ് ഐ. അപ്പൊ അതും നിങ്ങൾക്ക് താഴെ എഴുതാം, വുഡ് യു മൈൻഡ് ഇഫ്. ഇനി അടുത്തത്, ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ഡ്രോ സം പിക്ചേഴ്സ്. അവിടെ ഏത് എക്സ്പ്രഷൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ. അപ്പൊ അതും സി എന്നുള്ള സ്ഥലത്ത് എഴുതാം. അപ്പൊ അതൊക്കെ പൊളൈറ്റ് സെന്റൻസസ് ഉണ്ടാക്കാൻ നമ്മളെ സഹായിച്ച എക്സ്പ്രഷൻസ് ആണ്. ഇനി തൊട്ട് താഴെ ഒരു ബോക്സ് കാണാം, അതില് പൊളൈറ്റ് സെന്റൻസസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന എക്സ്പ്രഷൻസിന്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. ക്യാൻ ഐ, കുഡ് ഐ, മേ ഐ, ഡു യു മൈൻഡ് ഇഫ്, വുഡ് ഇറ്റ് ബി ഓൾ റൈറ്റ്, ഈസ് ഇറ്റ് ഓക്കെ ഇഫ്, വുഡ് യു മൈൻഡ് ഇഫ് ഐ, വിത്ത് യുവർ പെർമിഷൻ ഐ വുഡ് ലൈക്ക് ടു, ഐ വാസ് വണ്ടറിങ് ഇഫ് ഐ കുഡ്. ഇതെല്ലാം സെന്റൻസുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് പൊളൈറ്റ് സെന്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതെല്ലാം പഠിച്ചില്ലെങ്കിലും ഒരു 3-4 എക്സ്പ്രഷൻ എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ശരി. സോ ഷാൽ വി മൂവ് ടു അവർ നെക്സ്റ്റ് ലെസൺ, അവർ നെക്സ്റ്റ് ആക്ടിവിറ്റി. മേ ഐ? ഓക്കെ, അപ്പോൾ നമുക്ക് സി ആക്ടിവിറ്റി നോക്കാം. യൂസ് എക്സ്പ്രഷൻസ് ഇൻ ദ ബോക്സ് അബൌട്ട് ടു മേക്ക് സെന്റൻസസ് ഓഫ് യുവർ ഓൺ ടു സ്യൂട്ട് സിറ്റുവേഷൻസ് ഗിവൺ ബിലോ. അപ്പൊ താഴെ കുറച്ച് സിറ്റുവേഷൻ തന്നിരിക്കുന്നു. അപ്പൊ മുകളിൽ തന്നിട്ടുള്ള എക്സ്പ്രഷൻ ഉപയോഗിച്ച് ചില പൊളൈറ്റ് സെന്റൻസുകൾ ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. യു ഫോർഗോട്ട് ടു ബ്രിങ് യുവർ പെൻ, യു വാണ്ട് ടു ബോറോ വൺ ഫ്രം യുവർ ഫ്രണ്ട്. നിങ്ങൾ നിങ്ങളുടെ പേന കൊണ്ടുവരാൻ മറന്നുപോയി, അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം നിങ്ങളുടെ അടുത്ത കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. അപ്പൊ നിങ്ങൾ എങ്ങനെ ചോദിക്കും, ക്യാൻ ഐ ബോറോ യുവർ പെൻ, മേ ഐ ബോറോ യുവർ പെൻ, കുഡ് ഐ ബോറോ യുവർ പെൻ, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് അവിടെ എഴുതാം. ശരി, രണ്ടാമത്തെ സിറ്റുവേഷൻ ഇതാണ്. യു ആർ ട്രാവലിംഗ് ഓൺ എ ട്രെയിൻ, യു വുഡ് ലൈക്ക് ടു ബോറോ എ ന്യൂസ് പേപ്പർ ഫ്രം ദ പാസഞ്ചർ ഹു ഈസ് സിറ്റിംഗ് നിയർ യു. അപ്പൊ നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന യാത്രക്കാരന്റെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ കടം വാങ്ങിക്കണം. ഇതേപോലെ തന്നെ മേ ഐ ബോറോ യുവർ ന്യൂസ് പേപ്പർ, മേ ഐ എന്താ പറയാ, അല്ലെങ്കിൽ കുഡ് ഐ ബോറോ യുവർ ന്യൂസ് പേപ്പർ, അങ്ങനെ ചോദിക്കാം. ഇനി നിങ്ങൾക്ക് ഒരു ഷോപ്പിൽ പോയിട്ട്, യു ആർ ബൈയിങ് എ ഷർട്ട് ഇൻ എ ഷോപ്പ്, നിങ്ങൾക്ക് ഒരു ഷോപ്പിൽ കയറി ഒരു ഷർട്ട് വാങ്ങിക്കണം. അപ്പൊ നിങ്ങൾക്ക് അത് വാങ്ങിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒന്ന് ഇട്ട് നോക്കണം, ഫിറ്റ് ആണോ നോക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ ചോദിക്കാം, കുഡ് ഐ ട്രൈ ഓൺ ദി ഷർട്ട്,
ഞാനൊന്ന് ട്രൈ ഓൺ ചെയ്തോട്ടെ, ഞാനൊന്ന് ഇട്ട് നോക്കിക്കോട്ടെ, അല്ലെങ്കിൽ മേ ഐ ട്രൈ ഓൺ ദ ഷർട്ട്, കുഡ് ഐ, ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ട്രൈ ഓൺ ദ ഷർട്ട്. അങ്ങനെ ഏത് എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ച് എക്സ്പ്രഷൻസ് പഠിച്ചാൽ നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അതിനാണ് ടീച്ചർ കുറച്ച് എക്സാമ്പിളുകൾ ബോർഡിൽ എഴുതിയത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 5ലും 6ലും ഒക്കെ പഠിച്ചതൊന്ന് പൊടി തട്ടി എടുത്തു എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് 7ാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോവാം. അത് ലെറ്റ്സിന്റെ ഉപയോഗമാണ് പഠിക്കുന്നത്. ഏറ്റവും ഉദാഹരണമായിട്ട് ടീച്ചർക്ക് പറയാൻ പറ്റും ലെറ്റ്സ് ഫുട്ബോൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ലെറ്റ്സ് ഫുട്ബോൾ. നമുക്ക് ഫുട്ബോൾ കളിച്ചാലോ എന്നാണ് അതിന്റെ അർത്ഥം. ഒരു സജഷൻ, ഒരു അഭിപ്രായം ചോദിക്കുന്നതിന് വേണ്ടിയാണ് ലെറ്റ്സ് എന്നത് നമ്മൾ ചെയ്യുന്നത്. ലെറ്റ്സ് എന്നത് ലെറ്റ് അസ് എന്നുള്ള ഒന്നിന്റെ ഷോർട്ട് ഫോം ആണ് ലെറ്റ്സ്. അതായത് ഇപ്പം ലെറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാം? ലെറ്റ്സ് എന്നാണ് എഴുതാം അല്ലെ. ഇത് എന്തിന്റെ ഫോമാണ്? ലെറ്റ് അസ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് ലെറ്റ്സ് എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ ലെറ്റ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു സജഷൻ, അതായത് ഒരു അഭിപ്രായം ചോദിക്കുന്നതിന് വേണ്ടിയാണ് ലെറ്റ്സ് ഉപയോഗിക്കുന്നത്. നമുക്ക് താഴേക്ക് നോക്കാം. ലെറ്റ്സ് വാക്ക് ടു ദ സ്കൂൾ. നമുക്ക് സ്കൂളിലേക്ക് നടന്നാലോ? ലെറ്റ്സ് ഹാവ് എ സൂപ്പ് ബിഫോർ ഡിന്നർ. നമുക്ക് ഡിന്നറിന് മുമ്പ് ഒരു കപ്പ് സൂപ്പ് ആയാലോ? Can you think of a few suggestions to make your friend when you both feel bored during the weekend? അപ്പോൾ നമുക്ക് അങ്ങനത്തെ കുറച്ച് സജഷൻസ് ലെറ്റ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയാലോ? ഓക്കെ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും ഭയങ്കര ബോർ അടിച്ചിരിക്കുകയാണ്. സാറ്റർഡേ സൺഡേ ആണ്, വീക്കെൻഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് നിങ്ങൾക്ക് കുറച്ച് സജഷൻസ് ചോദിക്കണം. ലെറ്റ്സ് ഉപയോഗിക്കാൻ വേണം. എന്തൊക്കെയാണ് നിങ്ങൾ ചോദിക്കാം? ലെറ്റ്സ് ഗോ ഫോർ എ ഫിലിം. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? ലെറ്റ്സ് ഗോ ഔട്ട്സൈഡ്. നമുക്ക് പുറത്തേക്ക് പോയാലോ? അല്ലെങ്കിൽ ലെറ്റ്സ് പ്ലേ ക്രിക്കറ്റ്. നമുക്ക് ക്രിക്കറ്റ് കളിച്ചാലോ? വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചോദിക്കണമെന്ന് വെച്ചാൽ അവിടെ ചോദിക്കാട്ടോ. ലെറ്റ്സ് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞത് തന്നെ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളത് എഴുതുകയും ചെയ്യാം. ടീച്ചർ പറഞ്ഞത് കേട്ടില്ലേ? ലെറ്റ്സ് ഗോ ഫോർ എ ഫിലിം. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? ലെറ്റ്സ് ഗോ ഔട്ട്സൈഡ്. നമുക്ക് പുറത്തേക്ക് വെറുതെ ഒന്ന് ഇറങ്ങിയാലോ? ലെറ്റ്സ് വാച്ച് ടി വി. നമുക്ക് ഒന്ന് ടി വി കണ്ടാലോ? അല്ലേ? അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവിടെ എഴുതാം. ഇനി വീണ്ടും ഒരു കോൺവെർസേഷൻ തന്നിരിക്കുന്നു. ആ കോൺവെർസേഷൻ വായിച്ചിട്ട് അതിൽ സജഷൻസ് ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. സജഷൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഈ ലെറ്റേഴ്സ് മാത്രമല്ലാതെ സജഷൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻസിനെ അവിടെ കണ്ടുപിടിക്കണം. നമ്മൾ പൊളൈറ്റ് സെന്റൻസസ് കണ്ടുപിടിക്കാൻ കുറച്ച് എക്സ്പ്രഷൻസ് പഠിച്ചില്ലേ? അതുപോലെ സജഷൻ ഉണ്ടാക്കാനും കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ട്. അത് നിങ്ങളെ പരിചയപ്പെടുത്താണ് ഈ കോൺവെർസേഷനിലൂടെ. സിദേ, ഡിഡ് യു ഹാവ് എ ഗുഡ് വീക്കെൻഡ്? നിങ്ങൾക്ക് നല്ലൊരു വീക്കെൻഡ് ഉണ്ടായിരുന്നു. യെസ് ഐ ഡിഡ്, ബട്ട് ഐ എം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ. പക്ഷെ വലിയ സുഖമില്ല. ഷാൽ വി കൺസൾട്ട് എ ഡോക്ടർ ദെൻ? നമുക്കൊരു ഡോക്ടറെ കണ്ടാലോ? ഓ നോ, ഐ വിൽ ബി ഓൾ റൈറ്റ് ഇൻ എ ഫ്യൂ മിനിറ്റ്സ്. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞാൽ ഓക്കെ ആവും. ഹൗ അബൌട്ട് ഹാവിംഗ് എ കപ്പ് ഓഫ് കോഫി? കപ്പ് ഓഫ് ടീ. എന്നാൽ നമുക്കൊരു കാപ്പി കുടിച്ചാലോ? ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. അത് നല്ല ഐഡിയ ആണ്. ഡു യു തിങ്ക് വി കുഡ് ഗോ ടു എ റെസ്റ്റോറൻറ്റ്? നമുക്കൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയാലോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വൈ ഡോണ്ട് വി മേക്ക് ടീ ഹിയർ? നമുക്ക് ടീ ഇവിടെ ഉണ്ടാക്കിയാൽ എന്താ? വണ്ടർഫുൾ. ഒരുപാട് സജഷൻസ് നിങ്ങൾ ഇതിൽ കണ്ടു അല്ലേ? അപ്പൊ അതില് സജഷൻ ഉണ്ടാക്കാൻ സഹായിച്ചുള്ള എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ്? ആദ്യത്തെ തന്നെ നമ്മൾ ഷാൽ വി കൺസൾട്ട് എ ഡോക്ടർ. ഷാൽ വി, കണ്ടാലോ അല്ലെങ്കിൽ നമുക്ക് ചെയ്താലോ എന്നുള്ള അർത്ഥത്തിൽ അല്ലെ. ഷാൽ വി എന്നുള്ള എക്സ്പ്രഷൻ നമ്മളൊരു സജഷൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്തു. അതുപോലെ ഷാൽ വി നമുക്ക് കിട്ടി. പിന്നെ ഹൗ അബൌട്ട് ഹാവിംഗ് എ കപ്പ് ഓഫ് ടീ? ഹൗ അബൌട്ട്. അപ്പൊ ഷാൽ വി, ഹൗ അബൌട്ട്. പിന്നെ ഡു യു തിങ്ക്. പിന്നെ വൈ ഡോണ്ട് വി. 4 എക്സ്പ്രഷൻസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. അത് 4ഉം താഴേക്ക് എഴുതാം. ഇനി തൊട്ടപ്പുറത്ത് 8ാമത്തെ ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് അവിടെ വീണ്ടും ഒരു ബോക്സ് കാണാം. സജഷൻസ് ഉണ്ടാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് എക്സ്പ്രഷൻസ് അതിൽ കാണാം. ഷാൽ വി, ഡു യു തിങ്ക് ഇറ്റ് വുഡ് ബി എ ഗുഡ് ഐഡിയ ടു, വാട്ട് അബൌട്ട്, ഹൗ അബൌട്ട്, വൈ ഡോണ്ട് വി, മേ ഐ സജസ്റ്റ്, വൈ നോട്ട്. ഇതെല്ലാം സെന്റൻസുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് സജഷൻസ് ഉണ്ടാക്കാം. ഓക്കെ. അപ്പൊ അതിന്റെ കുറച്ച് സിറ്റുവേഷൻ തന്നിരിക്കുന്നു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ സിറ്റുവേഷൻ തന്നിരിക്കുന്നു, സെന്റൻസുകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ ഇതൊരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ ഈ എക്സ്പ്രഷൻസ് ഉപയോഗിച്ച് നിങ്ങൾ കുറച്ച് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യില്ലേ? സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. നമ്മൾ ക്ലാസ്സിലാണെങ്കിലും ഇത് നിങ്ങളെ കൊണ്ട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കാറ്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് പ്രസന്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഓരോ സെന്റൻസുകൾ ബോർഡിൽ എഴുതുകയാണ് ചെയ്യാറ്. നമുക്കിവിടെ ചെയ്യാത്തത് കൊണ്ട് എല്ലാത്തിൻ്റെ ആൻസറും ടീച്ചർ പറഞ്ഞു തന്നാൽ നിങ്ങളൊന്നും പിന്നെ ചെയ്യാതെയോ. ഒരുപാട് എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഒരുപാട് എക്സ്പ്രഷൻസ് നമ്മൾ പഠിച്ചു. അതിൻ്റെ എക്സാമ്പിളുകൾ നമ്മൾ കോൺവെർസേഷനിൽ കണ്ടു. സിറ്റുവേഷൻ വായിച്ചു നോക്കിയിട്ട് സ്വന്തമായിട്ട് ഈ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചർ നിങ്ങൾക്ക് ടീച്ചേഴ്സ് വേർഷൻ തരുകയും ചെയ്യും.
ഓക്കെ. ഇനി 9ാമത്തെ ആക്ടിവിറ്റി, അത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കണക്ടേഴ്സിനെ കുറിച്ച്, കണക്ടേഴ്സ് നമ്മൾ ആസ് വെൽ ആസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. രണ്ട് സെന്റൻസുകളെ തമ്മിൽ കണക്ട് ചെയ്ത് ഒന്നാക്കാൻ സഹായിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കണക്ടേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ. ആൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടു പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ ആസ് വെൽ ആസ് നമ്മൾ പഠിച്ചു. പിന്നെ അതുപോലെ ബട്ട് നമുക്കറിയാം, അങ്ങനെ ആസ് അറിയാം, ഓൾദോ. അപ്പൊ അങ്ങനെ ഒരുപാട് കൺജങ്ഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദാ ഇവിടെ കുറച്ച് ബട്ട്, സോ, ബിക്കോസ്, ആസ്, അൺടിൽ, ഓൾദോ, ഇതെല്ലാം രണ്ട് സെന്റൻസുകളെ കൂട്ടി യോജിപ്പിച്ച് ഒന്നാക്കാൻ നമ്മളെ സഹായിക്കുന്ന സെന്റൻസുകളാണ്, അല്ല കണക്ടേഴ്സ് ആണ്. അപ്പൊ താഴെ നിങ്ങളോട് പറയുന്നു നമ്മുടെ മൈ ഫിനാൻഷ്യൽ കരിയർ എന്നുള്ള പാഠഭാഗം വായിച്ചു നോക്കിയിട്ട് ആൻഡ് അല്ലാതെ മറ്റേതെങ്കിലും കണക്ടേഴ്സ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തിട്ടുള്ള സെന്റൻസുകൾ നിങ്ങൾക്ക് ആ പാഠഭാഗത്ത് നിന്ന് വായിക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ അത് പിക്ക് ഔട്ട് ചെയ്ത് ഇവിടെ എഴുതാനാണ് പറയുന്നത്. അപ്പം അതും നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ 2 ഹോംവർക്കാണ് ടീച്ചർ ഈ ക്ലാസ്സിൽ തന്നത്. ഒന്ന്, ക്രിയേറ്റ് യുവർ ഓൺ സജഷൻസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ സെന്റൻസസ് ഫ്രം മൈ ഫിനാൻഷ്യൽ കരിയർ യൂസിങ് കണക്ടേഴ്സ്. Okay, so hope you understood today's class and activities. Hope you will do the activities that I gave, so we can meet in our next class. Thank you.